കണിയാമ്പറ്റ പച്ചിലക്കാട് കണ്ടെത്തിയ കടുവ പാതിരി റിസർവ് വനത്തിലേക്ക് കയറിയതായി DFO അജിത് കെ രാമൻ. കടുവയെ കാട് കയറ്റാനുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ 3 ദിവസത്തെ ശ്രമകരമായ ദൗത്യമാണ് ഇതോടെ വിജയിച്ചത്. വനംവകുപ്പിന്റെ 2 DFOമാരും 100 ഉദ്യോഗസ്ഥരും ചേർന്ന 3 ദിവസത്തെ കടുവ ദൗത്യമാണ് വിജയം കണ്ടത്. പാതിരി റിസർവിലെ നീർവാരം വനമേഖലയിലേക്ക് കടുവയെ തിരിച്ചുവിടാനായിരുന്നു തീരുമാനം. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആദ്യം പടിക്കം വയലിലും പിന്നീട് പുളിക്കൽക്കുന്ന് വയലിലും കടുവയെ കണ്ടെത്തുകയായിരുന്നു. നീർവാരം വനമേഖലയിലേക്ക് കടുവയെ എത്തിക്കാൻ ചൊവ്വാഴ്ച രാത്രി വകുപ്പ് ഉദ്യോഗസ്ഥർ പുളിക്കൽ വയലിന്റെ 3 ഭാഗത്തും ശൃംഖല തീർക്കുകയും കുങ്കിയാനകളെ കൊണ്ടുവരികയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. പുളിക്കൽക്കുന്ന് പൊന്തക്കാട് നിന്നും പടക്കം പൊട്ടിച്ചപ്പോൾ കാട്ടിലേക്കുള്ള വഴിയിലേക്ക് കടുവ നീങ്ങി. എങ്കിലും പെട്ടെന്ന് അതിന്റെ സഞ്ചാരപഥം മാറ്റുകയായിരുന്നു. മേച്ചേരിക്കുന്ന് ജനവാസ മേഖലയിലേക്കായിരുന്നു കടുവ കയറിപ്പോയത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടുവയെ വീണ്ടും കണ്ടെത്തി വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലായിരുന്നു വനപാലകർ. ദൗത്യം വിജയിച്ചില്ലെങ്കിൽ മയക്ക് വെടിവെക്കാനുള്ള സർക്കാർ ഉത്തരവും വന്നിരുന്നു. അതിനുള്ള ശ്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ നീങ്ങുന്നതിനിടെയാണ് കടുവ പാതിരി റിസർവ് ഭാഗത്തേക്ക് നീങ്ങിയത്. കടുവ തിരിച്ചു വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ തുടർ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും DFO അജിത് കെ രാമൻ അറിയിച്ചു. കടുവയുടെ തന്നെയാണല്ലേ? തിരിച്ചുപോയ പാടുകളാണ്. റിട്ടേൺ പോയത് കാട്ടിലേക്കായിരിക്കോ? അതെ, ആ ഡയറക്ഷൻ റിസർവിലേക്കാണ്. പച്ചിലക്കാട് കണ്ടെത്തിയ കടുവ പുളിക്കൽക്കുന്ന് വയൽവഴി പാതിരി റിസർവിലേക്ക് കടന്നിരിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ 3 ദിവസത്തെ ശ്രമകരമായ ദൗത്യം ഫലം കണ്ടു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് ജനങ്ങൾക്ക്. പുളിക്കൽക്കുന്ന് വയലിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.